ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് 2024 മെയ് മാസം 5-ാം തീയതി 5/5/2024. എൻ്റെ മനസ്സിലേക്ക് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഓർമ്മ വന്നപ്പോൾ റോമക്കാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ ഏപ്രിൽ മാസം 27-ാം തീയതി ആയിരുന്നപ്പോൾ അവർ ലഘുഭക്ഷണം കഴിച്ച് ഒരു വല്യമ്മയും തൻ്റെ മകളുടെ മകളുമായി എൻ്റെ അടുത്തേക്ക് വന്നു. പറഞ്ഞു, ഇതെൻ്റെ മകളുടെ മകളാണ്. അവളുടെ പിതാവ് മദ്യപിക്കും. അങ്ങനെ ആ പിതാവിനെ കുറിച്ച് വളരെ വേദനാജനകമായ ചില സംഭവങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ഈ മകളുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. ഞാൻ ആ കൊച്ചിൻ്റെ തോളിൽ കൈവച്ചിട്ട് കൊച്ചിനോട് ഞാൻ പറഞ്ഞു, ആത്മാവിനോട് ഇപ്രകാരം പറയാൻ തോന്നിപ്പിച്ചു. മോള് നന്നായിട്ട് ഓടുമല്ലേ? അവൾ തലകുലുക്കി. അവളുടെ വല്യമ്മ പറഞ്ഞു, അവൾ ഒത്തിരിയേറെ സാധനങ്ങൾ മേടിച്ചു വച്ചിട്ടുണ്ട്. അത് പറഞ്ഞത് ഇതാണ്, അവൾ സ്പോർട്സിൽ ധാരാളം പ്രൈസുകൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട് എന്നാണ് അമ്മ അർത്ഥമാക്കിയത്. ട്രോഫികളും ഷീൽഡുകളും എല്ലാം അവളുടെ മുറി ധാരാളമുണ്ട്. അത് പഠിക്കാൻ പഠിക്കല്ലേ, അവൾ പഠിക്കാനും പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇവളുടെ വേദനയാണ് ഇവളെ ഇപ്രകാരം മുന്നോട്ട് നയിക്കുന്നത്. പറഞ്ഞു, ഇവൾക്ക് ഒത്തിരിയേറെ ആന്തരിക മുറിവുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഈ മുറിവിൽ നിന്നാണ് ഇവൾക്ക് ധൈര്യം ലഭിക്കുന്നത്. റോമാക്കാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം അതാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. നമ്മളോട് പറഞ്ഞു, മോളെ എൻ്റെ ഓട്ടം നിർത്തരുത്, ഇന്ന് നന്നായി പഠിക്കണം. അവൾക്ക് പറയുവാൻ അവളെ തൊണ്ട ഇടറുമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം അവൾ ചുണ്ട് കടിച്ചുകൊണ്ട് തലകുലുക്കി. അവൾക്ക് ആത്മധൈര്യമുണ്ട്. തിരുവചനം നമ്മളിങ്ങനെ കാണുന്നുണ്ട്, കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അതെ, കഷ്ടതയിൽ നിന്നുകൊണ്ട് നമ്മൾ സഹനശീലത്തിലേക്കും, സഹനശീലത്തിൽ നിന്ന് ആത്മധൈര്യത്തിലേക്കും നമ്മൾ വളരും. ഈ കുഞ്ഞ് മാമോദീസ എന്ന കുദാശ സ്വീകരിച്ചു. ഈ സ്ഥൈര്യലേപനം, അതുപോലെ തന്നെ വിശുദ്ധ കുർബാന, അങ്ങനെ കുദാശകൾ സ്വീകരിച്ച് കുഞ്ഞ് ആത്മാവിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞാണ്. അവളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ ചൊരിയപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം അവളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവസ്നേഹമാണ് എല്ലാ സ്നേഹത്തെക്കാളും വലുതെന്ന് ആ കുഞ്ഞ് തിരിച്ചറിയുന്നു. ദൈവം നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കുമെന്ന ഉറച്ചൊരു ബോധ്യമുണ്ട്. അവൾ അപ്രകാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ള മാതാപിതാക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, തൻ്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും കാര്യങ്ങളായിക്കൊള്ളട്ടെ, അവരുടെ ഒത്തിരി കുറവുകൾ മറ്റുള്ളവർ മുമ്പിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെക്കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ചോ ഉള്ള കാര്യങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ ഈ കുഞ്ഞും വേദനിക്കും എന്ന കാര്യം ഓർക്കണം. കാരണം തൻ്റെ രക്തബന്ധത്തിൽപ്പെട്ട തൻ്റെ മാതാപിതാക്കളുടെ, തൻ്റെ സഹോദരങ്ങളുടെ കുറ്റങ്ങൾ പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ട്. നന്മ പറഞ്ഞില്ലെങ്കിലും ഒന്നും പറയാതെയാണെങ്കിലും നമുക്കിരിക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ആത്മധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ പരിശുദ്ധമാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പ്രത്യാശയോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിപ്പിക്കുകയാണ് പ്രത്യാശയോടെ ജീവിക്കാൻ. ദൈവമേ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും എൻ്റെ ആത്മാവിൻ്റെ പ്രവാഹം സമർത്ഥമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടതകളെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ചിരിക്കാതെ
വേദനകളെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ചിരിക്കാതെ ഇതിനപ്പുറം എനിക്ക് ദൈവത്തിനെ കരം പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊരു ചിന്ത മനസ്സിൽ ഉണരട്ടെ. ദൈവം നമ്മളെ ഉണർത്തും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. സമർത്ഥമായി നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.